മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മട്ടന്നൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. കെ ശൈലജ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാവാം. കേരളം അതിനുള്ള സാധ്യത വളരെ കുറഞ്ഞ സംസ്ഥാനം. ഭൂവിസ്തൃതി കുറവാണ്, ജനസാന്ദ്രത കൂടുതലാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് അടുത്ത കാലത്തായിട്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിൽ നിന്നെല്ലാം ബുദ്ധിമുട്ട് പറയാനുണ്ട്. ഇവിടെ നേരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് സാമ്പത്തികമായി താൽക്കാലികമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ പെൻഷന്റെ കാര്യത്തിലെല്ലാം നല്ല തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇടയ്ക്ക് അത്തരത്തിലുള്ള താൽക്കാലിക പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്, ഞാൻ പറഞ്ഞതാണ് കാരണം. പക്ഷെ നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കണം. അതെങ്ങനെയാണ് ശ്രമിക്കുന്നത്? അതൊരു സമഗ്രമായ ജോലിയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഗവൺമെന്റ് അനിതര സാധാരണമായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതവും ടാക്സ് ഷെയറും കൊണ്ട് സാധാരണഗതിയിലുള്ള കുറേ പ്രവർത്തനങ്ങളെ നമുക്ക് നടത്താൻ സാധിക്കും. ജില്ലാ പ്രസിഡന്റ് T. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ N. ഷാജിദ്, ജോസ്, P. സന്തോഷ് കുമാർ, M. V. രാമചന്ദ്രൻ, P. V. പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമ്മേളനം V. K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K. M. ബാലചന്ദ്രൻ, നാരായണൻ കാവുമ്പായി, C. K. രാഘവൻ, P. കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം സംസ്ഥാന കമ്മിറ്റി അംഗം P. V. പത്മനാഭൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന ഉദ്ഘാടനം ചെയ്തു. K. T. കത്രിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. T. V. വനജാക്ഷി, ഡോക്ടർ ദീപാമോൾ മാത്യു, P. ജാനകി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.